കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. ആരോഗ്യ മേഖല, PWD മേഖല, വ്യാവസായിക മേഖല, വിദ്യാഭ്യാസ മേഖല, ഈ മേഖലയിലൊക്കെ തന്നെ വളരെ നിർണായകമായ നിലപാടുകൾ, തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്ന ദിവസങ്ങളാണ് ഒന്നുമില്ലാതെ മറഞ്ഞു പോയിരിക്കുന്നത്. എന്നിട്ട് വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നം എന്താണ്? കുട്ടികൾക്ക് അക്കാഡമിക് ഇയർ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് പാഠപുസ്തകങ്ങൾ ഏൽപ്പിക്കുക എന്ന ഒരു ഉത്തരവാദിത്വ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും അവർക്ക് കിട്ടിയ മാൻഡേറ്റ് അനുസരിച്ച് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു. ആരംഭത്തിൽ സാധാരണക്കാരായിട്ടുള്ള ജൂൺ 1 സ്കൂൾ ഗവൺമെന്റായി നിൽക്കുന്ന ഗവൺമെന്റിന് അത് എന്ന് ഫെബ്രുവരി മുതൽ നടത്തേണ്ട ഒരുക്കല്ലേ ഇനി വരാൻ പോകുന്ന ഗവൺമെന്റ് പുസ്തകം അടിച്ചിട്ട് വേണം ഇനി കുട്ടികൾക്ക് കൊടുക്കാൻ. അതല്ല ഉദ്ദേശം. ഈ ആവേശമൊന്നും കഴിഞ്ഞ 10 വർഷക്കാലം ഉണ്ടായില്ല. PSC റാങ്ക് ലിസ്റ്റിലെ ഗുണഭോക്താക്കൾ ആയിട്ടുള്ള റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ മാസങ്ങൾ നീണ്ടുനിന്ന് സമരം നടത്തിയപ്പോൾ ഇവരെ ആരെയും കണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞത്. ആശാവർക്കർമാർ അവിടെ ആനുകൂല്യത്തിന് വേണ്ടി സമരം ചെയ്തപ്പോൾ ഇവരെ ആരെയും കണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞത്. KSRTC ജീവനക്കാരുടെ സമരം നടന്നപ്പോൾ, മത്സ്യത്തൊഴിലാളികളുടെ സമരം നടന്നപ്പോൾ ഇവരെ കണ്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ ജനകീയ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ കണ്ണടച്ചിരുന്ന് പാല് കുടിച്ച ആളുകളുണ്ട്. അധികാരത്തിന്റെ അപകർഷം തുടങ്ങിയവർ, അവർക്കൊക്കെ ഈ ഒരാഴ്ചക്കാലം കൊണ്ട് വലിയ വൈകാരികത ഉണ്ടാകുന്നത്, ജനപക്ഷ നിലപാടുകൾ ഉണ്ടാകുന്നത്, പോരാട്ടത്തിന് മുദ്രാവാക്യം പിടിക്കാനും സമരം ചെയ്യാനുള്ള അഭിവാഞ്ചം ഉണ്ടാകുന്നത്. ഒരു ഗവൺമെന്റ് വരട്ടെ, ആദ്യം UDF ഗവൺമെന്റ് മന്ത്രിമാർ സ്ഥാനം ഏൽക്കട്ടെ. ക്ഷമിക്കുക സഹോദര, സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പരിചയസമ്പത്തില്ലാത്തവരെ മന്ത്രിയായി നിയമിക്കുക, അവിടെ തൻ്റെ ഏറാൻമൂളികളായ ആളുകളെ സെക്രട്ടറിയായി നിയമിക്കുക. മനസ്സിലായില്ലേ? കത്രിക വയറ്റിൽ കിടന്നാൽ കുഴപ്പമില്ല, ആർക്ക് കുഴപ്പമില്ല, കത്രികയ്ക്ക് കുഴപ്പമില്ലെന്ന് പറയാൻ മടിയില്ലാത്ത ഉദ്യോഗസ്ഥ വൃന്ദവും മന്ത്രിയും, തന്നെ ആക്രമിക്കാത്ത ആളുകൾ കൊലപാതകത്തിന് ശ്രമിച്ചു വരുന്നത് എന്ന് പറയാൻ മടിയില്ലാത്ത മന്ത്രി. ഇതൊക്കെ കേരളം കണ്ട കോമഡികളല്ലേ? നമ്മൾ ഇത്തരം വിഷയങ്ങൾ, ആ ഒരു സ്ഥിതി എന്തായാലും UDF ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം?